ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർപീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചെടിച്ചട്ടിയാണ്. വളരെ ചിലവ് ചുരുങ്ങിക്കൊണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എത്ര ചെടിച്ചട്ടി വേണമെങ്കിലും വീട്ടിലുണ്ടാക്കി നോക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സിമെൻറ്റിൻ്റെ ചെടിച്ചട്ടിയില്ലേ, അതേപോലെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആകെ 2 സാധനങ്ങൾ വാങ്ങേണ്ട ആവശ്യമുള്ളൂ. അതായത് ഇതുപോലത്തെ 2 ചെടിച്ചട്ടി ആദ്യം നമ്മൾ വാങ്ങണം. അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടി കേട്ടോ, ഇതുപോലത്തെ ഒരു വലിയ ചെടിച്ചട്ടിയും അതുപോലെ അതിൻ്റെ ചെറിയൊരു ചെടിച്ചട്ടിയും. അപ്പോൾ ഈ 2 സാധനങ്ങൾ നമ്മൾ ആദ്യം വാങ്ങുക. എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ പറയാം. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി നോക്കാൻ പറ്റി. ഇപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിലൊക്കെ ഒരുപാട് ഉണ്ടാക്കി വെക്കാൻ പറ്റിയെന്നാണ്. ഇപ്പോൾ അത് മാത്രമല്ല, ഈ ഒരു ലോക്ക്ഡൗൺ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീടൊക്കെ വളരെ അലങ്കരിച്ചുകൊണ്ട് ചെടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടിച്ചട്ടി ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ 60-70 രൂപ കൊടുക്കണം. അപ്പോൾ അതൊന്നും വരില്ല, ഒരു 10-20 രൂപ ചിലവുണ്ടെങ്കിൽ തന്നെ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാം. അതുപോലെ നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാൻ പറ്റും. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ 2 പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടികളാണ്. അതായത് ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ചട്ടി, നമ്മൾ എത്ര വലുപ്പത്തിലുള്ള ചട്ടിയാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലത്തെ ഒരു ചട്ടി. അതുപോലെ തന്നെ ഇതുപോലെ ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടിയും ബെറ്റർ ആവും. ആ ഒരു ഡിസൈനിൽ നമുക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഡിസൈനൊക്കെ ഉള്ളത് നോക്കിയെടുക്കുക. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത് അതിൻ്റെ ചെറിയൊരു ചട്ടി, അതായത് അതിലേക്ക് ഇങ്ങനെ ഇതുപോലെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ടച്ച് ചെയ്ത് നിൽക്കരുത്, ഏകദേശം 1 ഇഞ്ചൊക്കെ വിട്ട് നിൽക്കുന്ന ഗ്യാപ്പ് ഡിസ്റ്റൻസ് നിൽക്കുന്ന പോലത്തെ ഒരു ചട്ടിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒഴിവാക്കിയ പേനയുടെ ആ ഒരു കൂടാണ്. നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിൽ 3 സെറ്റ്, അതായത് 6 ചട്ടി, വലിയ 3 ചട്ടിയും ചെറിയ 3 ചട്ടിയും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്തിരുന്ന ആ ഒരു പേന നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിന് ഹോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇനി ആദ്യം തന്നെ കുറച്ച് സിമെൻറ്റും അതുപോലെ കുറച്ച് മണലും ആണ് ആവശ്യമുള്ളത്. മണലെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിനുള്ള എംസാൻഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റേഷ്യോ 3:1, അതായത് 3 ചട്ടി മണലിലേക്ക് 1 ചട്ടി സിമെൻറ്റ് എന്ന റേഷ്യോയിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിവിടെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതായതുകൊണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതിനനുസരിച്ച് നമുക്ക് പിന്നീട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുറച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാനുണ്ട്. നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ആ ചട്ടിയിൽ നമുക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കണം. വണ്ടിയുടെ വേസ്റ്റ് ആയിട്ട് വരുന്ന ഓയിൽ, കരി ഓയിലൊക്കെ ഉപയോഗിച്ചാൽ മതി. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഭവം വെച്ചിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ മീനൊക്കെ പൊരിച്ച് അല്ലെങ്കിൽ കോഴിയൊക്കെ പൊരിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിവാക്കുമല്ലോ, ആ വെളിച്ചെണ്ണയായിട്ട് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ നന്നായിട്ട് ആദ്യം തന്നെ ഈ വലിയ ചട്ടി ഉണ്ടല്ലോ, ആ വലിയ ചട്ടിയുടെ ഉള്ളിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. നന്നായിട്ട് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പുരട്ടി കൊടുക്കണം. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ 3 വലിയ ചട്ടിയുടെയും ഉൾഭാഗത്ത് നന്നായിട്ട് ഓയിൽ പുരട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന 3 ചെറിയ ചട്ടി ഉണ്ടല്ലോ, ആ 3 ചെറിയ ചട്ടിയിലും നമ്മൾ നന്നായിട്ട് മണൽ നിറച്ച് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മണൽ വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, ഈ മണൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. ജസ്റ്റ് നമ്മൾ വെയിറ്റിന് വേണ്ടിയിട്ട് മണലോ കല്ലോ എന്താ വെച്ചാൽ നിറച്ച് കൊടുക്കുക. നമ്മൾ മണലാണ് നിറച്ച് കൊടുക്കുന്നത്, അത് തന്നെയാണ് ബെറ്ററും. അപ്പോൾ അതിനുശേഷം ഈ ചട്ടിയുടെ അടിഭാഗത്ത്, അതായത് പുറം ഭാഗത്താണ് നമ്മൾ ഓയിൽ പുരട്ടി കൊടുക്കേണ്ടത്. വലിയ ചട്ടിയുടെ ഉൾഭാഗത്തും ഈ ചെറിയ ചട്ടികളുടെ പുറം ഭാഗത്തും ഓയിൽ പുരട്ടി കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്, നമ്മുടെ വീട്ടിലൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം, അതായത് മീൻ പൊരിച്ചതിന് ശേഷം കോഴി പൊരിച്ചതിന് ശേഷമൊക്കെ ഒഴിവാക്കുന്ന ആ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് ഇങ്ങനെ പുരട്ടി കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സിമെൻറ്റിലേക്ക് തന്നെ വരിക. സിമെൻറ്റും എംസാൻഡും ആണ് കൂട്ടി വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, മിക്സ് ചെയ്യുക. ഓവർ ലൂസ് ആവേണ്ട, ഒരു കോൺക്രീറ്റിനുള്ള പോലത്തെ ആ ഒരു മിക്സിങ്ങിൽ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമ്മുടെ കുമ്മായൊക്കെ റെഡി ആയിട്ടുണ്ട്. സിമെൻറ്റും അതുപോലെ എംസാൻഡും നന്നായിട്ട് മിക്സ് ചെയ്തു, ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചട്ടകം ആദ്യം തന്നെ നമ്മുടെ വലിയ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഒരു പേനയുടെ ആ ഭാഗം ഉണ്ടല്ലോ, അതിൽ കുറച്ച് ചെറുതായിട്ടൊരു പേപ്പർ വെച്ചതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് പുറത്തേക്ക് കിട്ടുമോയെന്ന് അറിയില്ല, അതായത് നമ്മുടെ ചെടിച്ചട്ടിക്ക് ഒരു ഹോൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഏതായാലും നമുക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിൽ കറക്റ്റായിട്ട് സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അറ്റത്തേക്കൊക്കെ ഈ ഒരു സിമെൻറ്റ് വെച്ച് കൊടുക്കുക. ആ ഒരു ഹൈറ്റിൽ നമ്മൾ സിമെൻറ്റ് ആദ്യം തന്നെ ഫില്ല് ചെയ്യാണ്. ഫില്ല് ചെയ്യുന്ന സമയത്ത് തന്നെ ചട്ടകം കൊണ്ട് ഇതുപോലെ കുത്തി കൊടുക്കണം, എങ്കിലേ അത് കറക്റ്റായിട്ട് ഇറങ്ങി നിൽക്കൂ. അതിനുശേഷം നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക, എങ്കിൽ മാത്രമേ ഹോളുകളും അതുപോലെ ചെറിയ ചെറിയ ബബിൾസ് ഇല്ലാതെ നിൽക്കുള്ളൂ. അപ്പോൾ അത് റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമ്മൾ 3 എണ്ണത്തിലും ചെയ്ത് കൊടുക്കുക. അതായത് പേന വെക്കുന്നു, സിമെൻറ്റ് ഫില്ല് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ.
അതിനുശേഷം നമ്മൾ ഈ ചട്ടിയുടെ സെൻറ്ററിലേക്ക് കറക്റ്റ് നടുഭാഗത്തേക്ക് നമ്മൾ നേരത്തെ മണൽ നിറച്ച് വെച്ച ആ ചെറിയ ചട്ടി വെച്ച് കൊടുക്കുക. എല്ലാ ഭാഗവും ഒരേ അളവിലായിരിക്കണം, കറക്റ്റ് സെൻറ്ററിലായിരിക്കണം. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു കുമ്മായം, മണലും അതുപോലെ സിമെൻറ്റും കൂടി കൂട്ടി വെച്ചാൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ എല്ലാ സൈഡിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക, എങ്കിൽ മാത്രമേ ആ ഒരു ചട്ടി കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അതിനുശേഷം ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്യുക. നമ്മൾ തിരക്ക് കൂട്ടി സ്പീഡാക്കിയിട്ട് ഫില്ല് ചെയ്യൊന്നും വേണ്ട, സാവധാനം ഇങ്ങനെ ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, നമ്മൾ ഏകദേശമൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ചട്ടിയിൽ മണലാട്ടോ, സാധാരണ നോർമൽ മണലാണുള്ളത്. അപ്പോൾ അതിലേക്ക് ഈ സിമെൻറ്റ് ആവണ്ട, നമുക്ക് പിന്നീട് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, എങ്കിലും നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങിക്കോളും. അതുപോലെ തന്നെ ഒരു കമ്പിയൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് കുത്തി കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹോൾസും കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ ഇറങ്ങിയതിന് ശേഷം, അതായത് ഇങ്ങനെ കുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ എല്ലാം ഇതേപോലെ തന്നെ 3 എണ്ണത്തിലും കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ 3 കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെറുതായിട്ട് അതിൻ്റെ ഒരു ഫിനിഷിംഗ് വർക്ക്, അതായത് ഒരു ചെറുതായിട്ടൊരു മിനുക്കപ്പണി എന്ന രീതിയിൽ നമ്മൾ കുറച്ച് സിമെൻറ്റ് എടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക, അതായത് ഈ സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചട്ടകം ഉപയോഗിച്ചുകൊണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ചെറുതായിട്ടൊന്ന് ഫിനിഷിംഗ് വർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ അതിൻ്റെ വക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതോടുകൂടി നമ്മുടെ ഏകദേശം വർക്കൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മളൊരു സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഏകദേശം ഒരു ദിവസം, ഏകദേശം 24 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു ദിവസം വെയിറ്റ് ചെയ്തു, അതായത് 24 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നായിട്ട് പുറത്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒന്നെടുക്കുക, അതിനുശേഷം നമ്മളൊരു ചുറ്റിക കയ്യിൽ വെക്കണം. അതിനുശേഷം ജസ്റ്റ് ചെറുതായിട്ടും തട്ടി കൊടുക്കുക. നമ്മുടെ ആ ഒരു പാത്രം പൊട്ടി പോകുന്ന രീതിയിലൊന്നും തട്ടി കൊടുക്കണ്ട, ചെറുതായിട്ടും തട്ടി കൊടുത്താൽ മതി. പാത്രം നമുക്ക് പിന്നെയും ഉപയോഗിക്കാനുള്ളതാണ്, അതായത് ചെടിച്ചട്ടി കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ മുകളിലുള്ള അതിനും ചെറുതായിട്ടും തട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കിയതിന് ശേഷം ഒന്ന് പൊക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കത് ഊരിയെടുക്കാൻ പറ്റും. ഇപ്പം കണ്ടോ, അതിൻ്റെ ഉൾഭാഗത്ത് ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉൾഭാഗത്ത് ഡിസൈൻ വേണമെന്നൊന്നുമില്ല, എങ്കിലും നമ്മൾ വെച്ചത് കറക്റ്റ് സെൻറ്ററിലായിരുന്നു. അതുകൊണ്ടാണ് സൈഡും കാര്യങ്ങളൊക്കെ കറക്റ്റായി കിട്ടിയത്, ഏകദേശം 1 ഇഞ്ച് വലുപ്പത്തിൽ കിട്ടിയത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ കമിഴ്ത്തി വെക്കുക, ജസ്റ്റ് നമ്മൾ ചുറ്റിക ഉപയോഗിച്ചൊന്ന് തട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു പാത്രവും ഇതുപോലെ തന്നെ മുകളിലേക്ക് എടുക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മൾ ആ ഒരു ചെടിച്ചട്ടിയുടെ വലുപ്പത്തിലുള്ള ആ ഒരു ഡിസൈനോട് കൂടിയുള്ള അതുപോലെ തന്നെ നല്ല നീറ്റായിട്ടുള്ള ഒരു ചെടിച്ചട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ ഇതിലൊരു പേന ഇട്ടിരുന്നു, അതായത് ചെടിച്ചട്ടിക്ക് ഹോൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അത് നമ്മളൊരു കമ്പിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കുത്തുളിയോ വെച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ പേനയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ, ചെറുതായിട്ട് 1-2 കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളത് നമുക്കിത് ഉണങ്ങിയതിന് ശേഷം ഡ്രില്ലർ ഉപയോഗിച്ച് ഹോൾ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ചെടിച്ചട്ടിയുടെ ആ ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടില്ല, നന്നായിട്ട് ആ ഒരു ഡിസൈനൊക്കെ വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈനുള്ള ചട്ടി എടുക്കാൻ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറുതായിട്ട് അവിടെയും ഇവിടെയും ചെറിയ ചെറിയ ഹോളുകളുണ്ട്. അത് നമുക്ക് വൈറ്റ് സിമെൻറ്റ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മളിത് ഉപയോഗിക്കാനായിട്ടില്ല, നമ്മളൊരു 3 ദിവസമെങ്കിലും നന്നായിട്ട് നനച്ച് കൊടുക്കണം, എങ്കിൽ മാത്രമേ ഇത് സ്ട്രോങ് ആയിട്ട് നിൽക്കുള്ളൂ. അതിനുശേഷം നമ്മൾ ഇതുപോലെ എടുത്ത് വെക്കുക. ഇതിലേക്ക് വൈറ്റ് സിമെൻറ്റ് ആഡ് ചെയ്യുക. വൈറ്റ് സിമെൻറ്റ് നിങ്ങൾ ആഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, എങ്കിലും വൈറ്റ് സിമെൻറ്റ് ഇതിലേക്ക് ഒരു കോട്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് കറക്റ്റായിട്ട് ആ ഒരു കളറും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഏതായാലും വൈറ്റ് സിമെൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് വൈറ്റ് സിമെൻറ്റ് കുറച്ച് കട്ടിയിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫെയ്ഡായി പോയിക്കോളും. അപ്പോൾ നമ്മൾ അടിച്ചു കൊടുത്ത വൈറ്റ് സിമെൻ്റ് ഒക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പെയിൻറ്റും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാട്ടോ, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ മതി. ഏതായാലും അതിൻ്റെ ഒരു വൃത്തി കിട്ടണമെങ്കിൽ ടെറാക്കോട്ട് എന്ന് പറയുന്ന നമ്മുടെ ഓടിനടിക്കുന്ന പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം പെയിൻറ്റിൽ ഒരു ഭാഗം വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹോളുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വൈറ്റ് സിമെൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നന്നായിട്ട് ആ പെയിൻറ്റൊക്കെ നന്നായിട്ട് ആ കോട്ടിങ് നല്ല നീറ്റായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പെയിൻറ്റ് ഉണങ്ങുന്നത് വരെ ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പെയിൻറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെടിച്ചട്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ അടിഭാഗത്തൊന്നും പെയിൻറ്റ് അടിക്കണമെന്നില്ല, അതുപോലെ ഉൾഭാഗത്തും പെയിൻറ്റ് അടിക്കണമെന്നില്ല.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു ചെടിച്ചട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊന്നും പോകാതെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ നമുക്ക് ഈ ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 2 പ്രാവശ്യമായിട്ട് 6 ചെടിച്ചട്ടികൾ ഉണ്ടാക്കി. അതിനുശേഷം ഞാനും കുഞ്ഞുട്ടിയും കൂടി ഒരു ചെടിയൊക്കെ കുഴിച്ചിട്ടു. ഇതുപോലെ തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും ചെടിച്ചട്ടികൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ആകെ ആവശ്യമുള്ളത് സിമൻറ്റും അതുപോലെ തന്നെ മണലും മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റിയ ഒന്നാണ് ഈ ചെടിച്ചട്ടി. അതുപോലെ തന്നെ വളരെ ചിലവ് ചുരുങ്ങിയ ഒരു സംഭവം കൂടിയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ചെടിച്ചട്ടിക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടിക്ക് തന്നെ 30 രൂപ 40 രൂപയൊക്കെ റേറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ സിമെൻറ്റിൻ്റെ ചെടിച്ചട്ടി വാങ്ങുകയാണെങ്കിൽ അതിന് ഏകദേശം 60-70 രൂപയൊക്കെ റേറ്റ് കൊടുക്കണം. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ചെടിച്ചട്ടിക്ക് ഏകദേശം ഒന്നിനൊരു 20 രൂപയൊക്കെ നമുക്കൊരു കോസ്റ്റ് വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഒരുപാട് ചെടിച്ചട്ടികൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ ഞാൻ തന്നെ ഇവിടെ ഒരു 6 ചെടിച്ചട്ടി ഉണ്ടാക്കി. അപ്പോൾ ഇനിയും ഉണ്ടാക്കണമെങ്കിൽ മണലും സിമെൻറ്റൊക്കെ അവിടെ ബാക്കിയാണ്. അതുപോലെ തന്നെ നമ്മുടെ അച്ചായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ആ പാത്രത്തിന് ഒരു പ്രശ്നം വന്നിട്ടില്ല. അതിൽ ഇനിയും ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചെടിച്ചട്ടി ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു വലുപ്പത്തിലല്ലേ, അതിനേക്കാളും കുറച്ചും കൂടിയൊക്കെ വലുത് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് മണൽ, അതുപോലെ തന്നെ അതായത് എംസാൻഡ്, പിന്നെ സിമെൻറ്റ്, അതിന് കൂട്ടത്തിൽ കുറച്ച് ബേബി മെറ്റലും കൂടി ആഡ് ചെയ്യുമെങ്കിൽ മാത്രമേ കുറച്ചും കൂടി സ്ട്രോങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഇതിൽ പറയാനുള്ളൂ. പിന്നെ നമ്മൾ അടിച്ചിരിക്കുന്നത് പെയിൻറ്റ് ഓടിൻ്റെ പെയിൻ്റാണ്, അതായത് ടെറാക്കോട്ട് എന്ന് പറയും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കുറച്ച് അടിക്കുന്നതിൻ്റെ മുമ്പ് ഒരു വൈറ്റ് സിമെൻറ്റും കൂടി അടിക്കുകയാണെങ്കിൽ ഒന്നും കൂടി കോട്ടിങ് ഉണ്ടാവും. നമ്മൾ വീഡിയോ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് അത് അടിക്കാതെ പെട്ടെന്ന് തന്നെ വീഡിയോ തീർത്തത്. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ചെടിച്ചട്ടികളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ ഒരുപാട് ഉണ്ടാക്കും. പിന്നെ അത്രയ്ക്ക് സിമ്പിളാണ്. അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുകയെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.